അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എഞ്ചിനീയറായ ഫസലുൽ ആബിദ് കൺസ്ട്രക്ട് ചെയ്ത അവരുടെ സ്വന്തം വീടാണ്. ഇദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യക്കാർക്ക് കോൺടാക്ട് ചെയ്യാം. 2600 സ്ക്വയർ ഫീറ്റിൽ 80 ലക്ഷം രൂപക്കാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ വളരെ സിമ്പിളും എന്നാൽ നല്ല ഭംഗിയിലുമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എലിവേഷനിൽ ഭംഗി കൊടുക്കുന്നത് ഈ ഒരു ഗ്ലാസ് വിൻഡോ, അതുപോലെ ഗ്ലാസിന്റെ ഹാൻഡ് റെയില്, ആ ഒരു പ്ലാൻസ് ഒക്കെയാണ്. ഇവിടെ പെയിന്റ് ചെയ്തിട്ടുള്ളത് ടെക്സ്ചർ പുട്ടിയിലാണ്. അത് നമുക്ക് ക്യാമറയിൽ അത്ര ക്ലിയർ ആയി കാണുന്നില്ല കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി ഇവിടെ സിറ്റ് ഔട്ടിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു കുഞ്ഞു സ്പേസ് കൂടി വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു തറയുടെ ഭാഗത്ത് മൊത്തം ക്ലാഡിംഗ് ടൈലാണ് നൽകിയിട്ടുള്ളത്. ഈ സിറ്റ് ഔട്ടിന്റെ പില്ലർ ഡിസൈൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ, അത്യാവശ്യം വലുപ്പത്തിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ സ്റ്റെപ്പ് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വാളിൽ ടെക്സ്ചർ പെയിന്റ് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു സൈഡിലേക്കായിട്ട് സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ 3 കുഷ്യൻ ചെയറുകളും നൽകിയിട്ടുണ്ട്. ഇനി മെയിൻ ഡോറ് ടീക്ക് വുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലോക്ക് വരുന്നത് ഫിംഗർ ആണ്. ഇതിന് വുഡിന്റെ ഒരു ഹാൻഡിലും ആണ് നൽകിയിട്ടുള്ളത്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കയറുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ആണിത്. ഇവിടെ വാളിൻ്റെ 3/4 ഭാഗവും ടൈലാണ് ചെയ്തിട്ടുള്ളത്. ഇത് വാളിൽ ചളി പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആണ് കേട്ടോ. ഈ ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിട്ടാണ് സ്റ്റെയറും ബെഡ്റൂമും കിച്ചണും വരുന്നത്. ഇനി നമ്മൾ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കയറുമ്പോൾ കാണുന്നത് ഈ ഒരു സ്പേസ് ആണ് കേട്ടോ. ഇതൊരു കുഞ്ഞു ലിവിങ് എന്ന് പറയാം. ഇത് കൂടാതെ ഇവിടെ ഒരു ലിവിങ് തന്നെ വരുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള 2 ചെയറുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇനി ഈ ഒരു ടൈലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് മൾട്ടിവുഡിൽ PVC വുഡൻ ഷീറ്റ് കൊണ്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ദാ ഇവിടെ ചെയ്തിട്ടുള്ള സീലിംഗ് ആണ്. നല്ല ഭംഗിയുള്ള 2 ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 8 സീറ്റോട് കൂടിയിട്ടുള്ളൊരു ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ വരുന്നത് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ്. അതുപോലെ ഇവിടെ വാളിലായിട്ട് 2 പർഗോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ലൈറ്റും ഡെക്കോറും വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് ലിവിംഗ് റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഒരു പ്രെയർ റൂം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു റൂമും വന്നിട്ടുള്ളത്. 2 സൈഡിലായിട്ട് സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ടീ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിൽ വണ്ടർ കട്നി മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടും സീലിംഗ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ഡിസൈൻ ആണ്. കർട്ടൻ വരുന്നത് റോമൻ ബ്ലൈൻസ് ആണ്. ഭംഗിക്ക് വേണ്ടിയിട്ടൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു കുറഞ്ഞ സ്പേസിലാണ് പ്രെയർ റൂം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്ലാന് കിട്ടിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് കറക്റ്റ് സൈസ് പറയാത്തത്. ഈ ഒരു വാള് നല്ല ഭംഗിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ലൈറ്റ് കൊടുത്ത് നല്ല ഭംഗിയുള്ളൊരു കാലിഗ്രഫിയും വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും പർഗോള ഡിസൈൻ വാളിൽ വരുന്നുണ്ട്. അതുപോലെ ഒരു വാൾ ഫ്രെയിമും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റെയർ വരുന്ന ഭാഗം നോക്കാം. ഇവിടെ നല്ല ഭംഗിയിൽ തന്നെ ഒരു പാർട്ടീഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡ് വിത്ത് PVC ലാമിനേഷൻ ആണ് എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുള്ളത്. ഭംഗിക്ക് വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഡിസൈനിനകത്ത് തന്നെ ബോക്സ് കൊടുത്തിട്ട് അതിനകത്തും ഡെക്കോർ വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റെയർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റെയറിന്റെ സ്റ്റെപ്പ് ഡിസൈൻ നോക്കിക്കോളൂ. സ്റ്റീലിന്റെ ഹാൻഡിലാണ് നൽകിയിട്ടുള്ളത്. ഹാൻഡിൽ ഡിസൈനും കണ്ടോളൂ കേട്ടോ. സ്റ്റെയറിന് താഴെയായിട്ട് ഒരു ചെറിയ കോർട്ട്യാർഡ് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസും പ്ലാന്റും ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ പെബിൾ സ്റ്റോണും വെച്ചിട്ടുണ്ട്. സ്റ്റെയറിന് താഴെയായിട്ടാണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് മുകൾ ഭാഗത്ത് ഇവിടെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്.
താഴെ ഷെൽഫ് വരുന്നുണ്ട്. ടോപ്പിൽ നാനോ വൈറ്റ് ആണ്. ഈ ഒരു ഭാഗത്ത് ചാർക്കോൾ പാനലാണ് വാള് ഹൈലൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഒലീവ് ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു ബേസിൻ വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു അബ്ലൂഷൻ ഏരിയ ചെയ്തിട്ടുണ്ട്. ഇതിനൊരു പാർട്ടീഷനായിട്ട് ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്താണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്ത് സീലിംഗിലായിട്ട് LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് കിഡ്സ് ബെഡ്റൂം ആണ്. അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത്. 2 സൈഡിലായിട്ട് കോട്ട് കൊടുത്തിട്ട് 2 ഷെൽഫ് സെൻട്രലായിട്ട് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ കുഷ്യൻ ബോർഡാണ് വരുന്നത്. ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു മിററും ഒരു സ്റ്റഡി ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ റൂമിനകത്തും വാളിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്. ഇവിടെയാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു വാർഡ്രോബാണ്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരുന്നത്. അത്യാവശ്യ വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമും ചെയ്തിട്ടുള്ളത്. 2 ടൈപ്പ് ക്ലോസറ്റും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ബേസിന് താഴെയും മുകളിലുമായിട്ട് ഷെൽഫ് വരുന്നുണ്ട്. ഈ ഒരു മിറർ കാണുന്ന ഭാഗത്ത് ഷെൽഫാണ് കേട്ടോ വരുന്നത്. ഇനി ഈ ഒരു സ്റ്റെയർ ഡിസൈൻ നോക്കിക്കോളൂ. സ്റ്റെയറിൻ്റെ ഈ ഒരു ഭാഗം വാളിൽ ടെക്സ്ചറാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പ് നേരത്തെ ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് വീണ്ടും കാണിക്കുന്നത്. ഇനി ഈ ഒരു സ്റ്റെയറിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഇവിടെ ഒരു ബെഡ്റൂമും കിച്ചണും വരുന്നത്. ആദ്യം വരുന്നത് ഈ ഒരു ബെഡ്റൂമാണ്. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത്. റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ CCTV കണക്ഷൻ ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഷെൽഫ് വരുന്നുണ്ട്. സ്റ്റഡി ടേബിളായിട്ടും വർക്കിംഗ് ടേബിളായിട്ടൊക്കെ യൂസ് ചെയ്യാം. മുകളിലായിട്ടും ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. കോട്ടിൻ്റെ 2 സൈഡിലും ഷെൽഫ് വരുന്നുണ്ട്. സീലിംഗ് ഈ ഒരു ഡിസൈനാണ്. പിന്നെ ഈ റൂമിൽ ഒരു എക്സോസ് ഫാന് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗത്താണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് തന്നെയാണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡ് വിത്ത് PVCയിലാണ്. ബാത്റൂമിൻ്റെ ഡോറ് FRP ഡോറാണ്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമും ചെയ്തിട്ടുള്ളത്. ഇതിനകത്തും ഒരു ബേസിൻ വന്നിട്ടുണ്ട്. ഇനി കിച്ചൺ നോക്കാം. കിച്ചൻ്റെ ഡോറ് വുഡിലും ഗ്ലാസ്സിലുമാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു കിച്ചണും വന്നിട്ടുള്ളത്. ഇവിടെ ഉള്ളതെല്ലാം വലുപ്പത്തിൽ സൗകര്യത്തിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എങ്കിൽ ഒരു പോർഷനും അങ്ങനെ വേസ്റ്റായിട്ട് എടുത്തിട്ടുമില്ല കേട്ടോ.
ഇവിടെയും സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് 4 പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ദ വാളിലായിട്ടൊരു ഷോക്ക് പീസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് അപ്പർ ക്യാബിനറ്റ് വരുന്നുണ്ട്. കിച്ചണിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് സ്റ്റോർ റൂമും വരുന്നത്. അത്യാവശ്യം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റോർ റൂമാണ്. ഇനി ഇവിടുത്തെ ക്യാബിനറ്റ്സ് നോക്കാം. അപ്പർ ക്യാബിനറ്റ് മൊത്തം ഗ്ലാസ് ഡോറിലാണ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് നാനോ വൈറ്റ് ആണ്. താഴെ ഡ്രോവറുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഷെൽഫ് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്തൊരു പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഡ്രോ ലിഫ്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതാ ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് സിങ്കും മിക്സിക്ക് വേണ്ടിയിട്ടുള്ള പോയിന്റ്, അതുപോലെ വിറകടുപ്പ് ചെയ്യാനുള്ളൊരു ഏരിയ. പക്ഷേ അവിടെ വിറകടുപ്പല്ല, ഇൻഡക്ഷൻ കുക്കറാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റീൽ സിങ്ക് ആണ്. വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കിച്ചൺ കൂടാതെ ഇവരുടെ ഒരു വർക്കിംഗ് സ്പേസ് കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഓപ്പൺ ഏരിയ ആണ്. ഒത്തിരി പേര് കിച്ചൻ്റെ പുറംവശം കാണിക്കാൻ പറയാറുണ്ട്. അപ്പം ഇതൊരു വർക്കിംഗ് ഏരിയ ആയിട്ട് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് സ്ലാബ് വാർത്തിട്ടുള്ളതാണ്. താഴെ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് സ്റ്റൗ വെച്ചിട്ടുള്ളത്. 3 ബർണർ ഗ്ലാസ് സ്റ്റൗ ആണ്. നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടി കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്കായിട്ട് കുട്ടികൾക്കൊക്കെ ഇരുന്ന് ഫുഡ് കൊടുക്കാൻ പറ്റിയ ഒരു സ്പേസ് ഉണ്ട്. റൂഫ് ഷീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഫ്ലോറിൽ വുഡൻ ടൈപ്പ് ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഒരു കൊട്ടത്താളം ചെയ്തിട്ടുണ്ട്. വലിയ പാത്രങ്ങളൊക്കെ കഴുകാൻ യൂസ്ഫുൾ ആണ്. ഇവിടെയായിട്ടാണ് വിറകടുപ്പ് ചെയ്തിട്ടുള്ളത്. കാസ്റ്റലാണ്. ഇതിന് മുകളിലായിട്ടും ചിമ്മിണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ പാത്രങ്ങളൊക്കെ വെക്കാൻ സൗകര്യമുണ്ട്. അത്യാവശ്യം റാക്ക് വരുന്നുണ്ട്. ഇനി ഇവിടെയായിട്ട് അലക്ക് കല്ല്, അതുപോലെ ഒരു ബാത്റൂം, പിന്നെ വിറക് വെക്കാനുള്ളൊരു സൗകര്യവും ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് വാഷ് മെഷീനും നൽകിയിട്ടുള്ളത്. ജിഐയുടെ സ്റ്റാൻഡ് കൊടുത്തിട്ടുള്ളതാണ് വിറക് വെക്കാൻ വേണ്ടിയിട്ട്. സെൻറ്റർ കാണുന്നതാണ് ബാത്റൂം. പിന്നെ ദാ ഇവിടെ വലിയൊരു അലക്ക് കല്ലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കുട്ടികളെയൊക്കെ കുളിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഷവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ദാ ഇവിടെ വലിയ മതിലാണ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. 2 സൈഡിൽ നിന്നും പുറത്തേക്ക് കടക്കാനുള്ള ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കാണാം. ഈ ഒരു ലാൻഡിങ് സ്പേസിലായിട്ടാണ് ഗ്ലാസ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ എലിവേഷനിൽ കാണുന്നത് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി
നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുന്ന ഭാഗമാണിത്. ഇവിടെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഒരു ബെഡ്റൂം, ഈ ഒരു ബാൽക്കണി എന്നിവ വന്നിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലോട്ടായിട്ട് ഒരു ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു ബാൽക്കണി നോക്കാം. ചെറിയൊരു ബാൽക്കണിയാണ്, അതിന് ഗ്ലാസിൻ്റെ ഹാൻഡ് റെയിലാണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ എലിവേഷനിൽ നിന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം ഇവിടെ ഓപ്പൺ ടെറസ് കൊടുത്തിട്ട് പ്ലാന്റ് ബോക്സ് ചെയ്തിട്ടുള്ളതാണ്, റെഡിമെയ്ഡാണ്. ഇവിടെ ഭിത്തിയിലൊക്കെ പുട്ടി ടെക്സ്ചറാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം കാണാം. ഇതും അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. റൂമിലേക്ക് കയറി വരുന്ന ഭാഗത്താണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിനോട് കൂടെ തന്നെ ഒരു സ്റ്റഡി ടേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ സെപ്പറേറ്റ് ആയിട്ടൊരു മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു ഭാഗത്തൊരു കോർണർ വിൻഡോ ആണ് നൽകിയിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ്. സീലിംഗ് നോക്കിക്കോളൂ. ഇനി നെക്സ്റ്റ് ബെഡ്റൂം നോക്കാം. ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടാണ് ബെഡ്റൂം വരുന്നത്. നേരെ കാണുന്നതാണ് കേട്ടോ കോമൺ ബാത്റൂം. ഇത് മാസ്റ്റർ ബെഡ്റൂമിന് മുകളിൽ വരുന്ന റൂമാണ്. ഇവിടെ ഓരോ ബെഡ്റൂമും ചെയ്തിട്ടുള്ളത് ഒരു എസ്തെറ്റിക് ഡിസൈനിലാണ്. നേരത്തെ കണ്ട പോലെ തന്നെ ഒരു കോർണർ വിൻഡോ വരുന്നുണ്ട്. സീലിംഗും ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും സെപ്പറേറ്റ് ആയിട്ട് ഒരു വലിയ മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഭംഗിക്ക് വേണ്ടിയിട്ട് 2 ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സ്റ്റഡി ടേബിൾ വരുന്നുണ്ട്. റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ബാത്റൂം വരുന്നത്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമും വരുന്നത്. ബാത്റൂമിൻ്റെ ടൈൽ കളർ കോമ്പിനേഷനൊക്കെ നോക്കിക്കോളൂ കേട്ടോ. ഈ ഒരു കോർണറിലേക്കായിട്ടൊരു ബേസിനും കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ടും ഷെൽഫും മിററും വരുന്നുണ്ട്. ഇനി ഇവിടെ വന്നിട്ടുള്ള കോമൺ ബാത്റൂം കാണാം. നേരത്തെ തന്നെ അതിൻ്റെ സ്പേസും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. ഇതിനകത്തും ഒരു ബേസിൻ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.